കാസർഗോഡ് മുളിയാറിൽ മകളെ കൊലപ്പെടുത്തി അമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ അന്വേഷണം. ഭർത്തൃവീട്ടുകാർ മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്ന് പിതാവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഭർത്തൃവീട്ടിലെ പീഡനമാണ് ബിന്ദുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പിതാവ് രാമചന്ദ്രന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് ശരത്തിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് അദൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഭർത്താവാണ് ബുദ്ധിമുട്ടിച്ചത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, നീ വീട്ടിൽ കയറണ്ട, നീ എന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഹാനിയിട്ട് പറഞ്ഞു, ഇല്ല സ്ഥലത്തിട്ട് ഞാൻ അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല, മക്കളാണ് സത്യം എന്നും പറഞ്ഞ് സത്യമിട്ട് അന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ സത്യയിടലൊക്കെ. അങ്ങനെ ഞാൻ ചെന്തു മോളെ സ്ഥലത്ത് നീയുമായിട്ട് ഇല്ല ഞാൻ അത് വീട്ടുമുണക്കമല്ലേ, കുഴപ്പമില്ല മാറിക്കോളൂ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് മുളിയാർ അർളടുക്ക കോപ്പാളം കൊച്ചിയിൽ നാടിന് നടുക്കിയ സംഭവം നടന്നത്. കോപ്പാളം കൊച്ചി പട്ടികജാതി കോളനിയിലെ ബിന്ദു തന്റെ 4 മാസം പ്രായമായ മകൾ ശ്രീനന്ദയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ബിന്ദുവിന്റെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവ സമയത്ത് ബിന്ദുവിന്റെ മൂത്ത കുട്ടി ശ്രീഹരിയും വീട്ടിലുണ്ടായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിന്റെ ഭാര്യയാണ് ബിന്ദു. ഇയാൾ ഇസ്രായേലിലാണ്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. മരണത്തിന് 2 ദിവസം മുൻപായിരുന്നു ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.